നമ്മളിന്നപ്പോൾ മൈസൂർ മൃഗശാലയാണ് കാണാൻ പോണത്. ഒരു സുവോളജിക്കൽ ഗാർഡൻ ആണ് നമ്മൾ കാണാൻ പോണത്. മൈസൂർക്ക് ട്രിപ്പ് വരുന്ന എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് മൈസൂർ സൂ. എൻട്രൻസ് ഗേറ്റിൽ ചില പണികൾ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു അണ്ടർഗ്രൗണ്ട് വഴിയൊക്കെയാണ് ഈ ഒരു സൂവിനകത്തേക്ക് കയറിയിട്ടുള്ളത്. നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുള്ള മൈസൂർ കൊട്ടാരത്തിൽ നിന്നും വെറും 700 മീറ്റർ മാത്രമാണ് ഈ ഒരു സൂവിലേക്കുള്ള ദൂരമുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന അത്ര ചെറിയൊരു സൂ അല്ല കേട്ടോ. 157 ഏക്കർ വിസ്തൃതിയാണ് ഈ ഒരു സൂവിനുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഏകദേശം വലിപ്പം മനസ്സിലാവുമല്ലോ. ഇവിടെ അതിന്റെ ഒരു മാപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നടന്ന് ചെല്ലാനുള്ള സ്ഥലങ്ങളും അതുപോലെ കാണാനുള്ള കാഴ്ചകളും എല്ലാം ഈ ഒരു മാപ്പിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ ഒരു സൂ മുഴുവനായിട്ട് നമ്മൾ കാണണമെങ്കിൽ നമുക്ക് ഏകദേശം 2-3 മണിക്കൂറെങ്കിലും മിനിമം വേണ്ടി വരും. കയറിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ പക്ഷികളുടെ കുറേ കൂടുകൾ കാണാട്ടോ. അതിനകത്ത് മയിലും അതുപോലെ വേഴാമ്പലും അങ്ങനത്തെ കുറേ സംഗതികളാണ് ആദ്യം നമുക്ക് കാണാൻ പറ്റുക. നമ്മൾ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ഒരുപാട് മൃഗങ്ങളെയും അതുപോലെ ഒരുപാട് പക്ഷികളെയും നമുക്ക് ഈ ഒരു സൂവിനകത്ത് കാണാൻ പറ്റും. എല്ലാത്തിൻ്റെയും പേരുകളും അതുപോലെ അതിൻ്റെ ഡീറ്റെയിലും എല്ലാം ഇവിടെ വ്യക്തമായി ബോർഡുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ പക്ഷികളെയൊക്കെ കണ്ടുകൊണ്ട് ഇനി നമ്മൾ വന്യമൃഗങ്ങളെ കാണാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കേറിയിട്ടുള്ള ഒരു സൂ ആണ് കേട്ടോ ഇത്. പക്ഷേ ആ ഒരു പഴക്കമൊന്നും നമുക്കിവിടെ വന്നാൽ കാണാൻ പറ്റില്ല. അത്രയും നല്ല രീതിയിലാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു മൃഗശാല തന്നെയാണിത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പുള്ളിപ്പുലിനെയാണ്. ഒരു ചെറിയ കൂട്ടിൽ അടച്ചിട്ട രീതിയിലല്ല ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മുഴുവനായിട്ടും അവർക്ക് ഉല്ലസിച്ച് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിപ്പമുള്ള കൂടുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് പ്രത്യേകം എടുത്ത് കാണാൻ വേണ്ടിയിട്ടും പലയിടത്തും ചില്ലുകളാണ് ഇവരിട്ടിട്ടുള്ളത്. നമ്മൾ സാധാരണ കാണാത്ത വെള്ളക്കടുവേനെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷെ അത് വളരെ ദൂരത്ത് പോയി കിടക്കുന്നതുകൊണ്ട് നമുക്കത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കൂടുകളല്ലാത്തതുകൊണ്ട് തന്നെ മൃഗങ്ങളൊക്കെ വളരെ ദൂരത്തിലാണ് നമ്മളിൽ നിന്ന് പോയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൂരെ ആയിട്ടാണ് മൃഗങ്ങളെ കാണുന്നത്. പക്ഷെ നമ്മളൊരു കാട്ടിൽ കയറിയിട്ട് നമ്മൾ മൃഗങ്ങളെ കാണുന്ന അതേ ഒരു ഫീല് അതാണ് ഇവിടെ കാണാനുള്ളത്. ഈ ഒരു മൃഗശാലയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ മൈസൂരിലെ 23ാം മഹാരാജാവായിട്ടുള്ള ചാമരാജവാദിയാറിന്റെ സ്വകാര്യ മൃഗശാലയിൽ നിന്നാണ് മൈസൂർ മൃഗശാല സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് പാലസ് മൃഗശാല എന്നാണ് ഈ ഒരു മൃഗശാല അറിയപ്പെട്ടിരുന്നത്. 1909 ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻസ് എന്ന പേരിലേക്ക് മാറ്റി. 132 വർഷം പഴക്കമുള്ള ഒരു മൃഗശാലയിലാണ് അപ്പോൾ നമ്മളുള്ളത്. ഈ മൃഗശാലയിലെ മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുരങ്ങുകൾക്ക് അവിടുന്ന് തീറ്റ എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഗൊറില്ലകളെയാണ് കാണാൻ പോണത്. ഗൊറില്ലകളും അതുപോലെ തന്നെ മനുഷ്യന്മാരും തമ്മിലുള്ള സാമ്യങ്ങളും എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ വലിയ മതിൽക്കെട്ടിനകത്താണ് ഈ ഗൊറില്ലകളെയൊക്കെ താമസിപ്പിച്ചിട്ടുള്ളത്. അവയ്ക്ക് പുറത്തേക്ക് കടക്കാനും പറ്റില്ല. നമുക്ക് സേഫായിട്ട് അവരിവിടെ നിന്ന് കാണാനും പറ്റും. നമ്മുടെ കാടുകളിൽ കാണുന്നതും അതുപോലെ പുറമേ നിന്ന് വന്നിട്ടുള്ള കുറേ മൃഗങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. കുറേ ദൂരം നമുക്ക് ഇതിനകത്ത് കൂടെ നടക്കാനുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ഇലക്ട്രിക് വണ്ടികളിലും നമുക്ക് സഞ്ചരിക്കാവുന്നതാണ്. അതിനുള്ള ടിക്കറ്റ് നമ്മൾ സെപ്പറേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും നമുക്ക് ഇറങ്ങുകയും അതുപോലെ തന്നെ പിന്നിൽ വരുന്ന വണ്ടിയിൽ നമുക്ക് കയറാനും പറ്റും. ഇവിടുത്തെ ഓരോ കൂടുകളും അതുപോലെ ഇവർക്ക് ഒരുക്കിയിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറും അതെല്ലാമാണ് നമുക്കിവിടെ വളരെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ. ഒരുവിധം എല്ലാ മൃഗങ്ങളെയും അവർ കൂട്ടിൽ കിടക്കുന്ന ഒരു ഫീൽ കൊടുക്കാതെ നല്ല തരത്തിൽ കാട്ടിൽ ജീവിക്കുന്ന അതേ ഒരു അറ്റ്മോസ്ഫിയറാണ് ഒരുക്കി കൊടുത്തിട്ടുള്ളത്. നമ്മുടെ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കും ഇതുപോലെ തന്നെ വലിയൊരു സെറ്റപ്പിലേക്ക് വളർന്നു വരുന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം.
സീബ്രകൾ എന്നറിയപ്പെടുന്ന വരയൻ കുതിരകളെയാണ് കേട്ടോ നമുക്ക് ഇതിനകത്ത് കാണാനുള്ളത്. സാധാരണ നമ്മൾ കാണുന്ന മൃഗശാലയിൽ ഇല്ലാത്ത പല മൃഗങ്ങളും ആണ് ഇതിനകത്തുള്ളത്. അടുത്തത് നമുക്കിനി കാണാനുള്ളത് ഒറാങ്കുട്ടാനാണ്. അവരുടെ കൂട് ബാക്കിയുള്ള കൂടുകളിൽ നിന്നും വളരെ വ്യത്യാസമാണ്. അവർക്കിവിടെ ചാടിക്കളിച്ച് കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുള്ള തരത്തിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാനുണ്ട്. നമുക്ക് റെസ്റ്റ് എടുത്ത് വിശ്രമിക്കാനുള്ളതും അതുപോലെ വെള്ളം കുടിക്കാനുള്ളതും എല്ലാം ആയിട്ടുള്ള സ്പേസുകളും ഇതിനകത്ത് തന്നെ ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് വൈൽഡ് ഡോഗ്സ് ആണ് കേട്ടോ. നമ്മുടെ നായ്ക്കളോടൊക്കെ സാദൃശ്യമുള്ള അല്ലെങ്കിൽ കുറുക്കനോടൊക്കെ സാദൃശ്യമുള്ള ഒരു ജീവിയാണ് ഈ വൈൽഡ് ഡോഗ്. എന്തായാലും വൈൽഡ് ഡോഗും അതുപോലെ തന്നെ ഫോക്സും എല്ലാം ഒരു കുടുംബത്തിൽപ്പെട്ടവർ തന്നെയാണ് കേട്ടോ. ബാക്കിയുള്ള സൂന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു ആനിമൽ അഡോപ്ഷൻ്റെ ഒരു സ്കീമിനെ പറ്റിയിട്ടുള്ള ബോർഡുകൾ കാണാൻ പറ്റി. പ്രധാനമായിട്ടും ഈ ഒരു സൂവിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്നത് നമുക്ക് കയറുന്ന ടിക്കറ്റ് ചാർജ് വെച്ചിട്ടാണ്. 100 രൂപയാണ് ഒരാൾക്ക് ഇവിടേക്കുള്ള എൻട്രൻസ് ഫീ വരുന്നത്. 5 മുതൽ 12 വയസ്സുള്ള കുട്ടികൾക്ക് 50 രൂപയും 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീയുമാണ് ഇതിനകത്തേക്ക് കയറാൻ. ഈ ഒരു എമൗണ്ട് ഇതിൻ്റെ മെയിൻ്റനൻസിന് മതിയാവാതെ വന്നതുകൊണ്ട് തന്നെ 2000ൻ്റെ തുടക്കത്തിൽ അവർ അവതരിപ്പിച്ച ഒരു ദത്തെടുക്കൽ പദ്ധതിയുണ്ട്. ആ ഒരു പദ്ധതി വളരെയധികം വിജയകരമായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു മൃഗത്തെ നമുക്ക് ദത്തെടുക്കാൻ പറ്റും. നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നല്ല, നമ്മൾ ദത്തെടുത്ത് അതിൻ്റെ ചിലവുകൾക്കായിട്ടുള്ള പൈസ നമുക്ക് മാസാമാസം അവർക്ക് ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. വളരെ നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു അടിപൊളി പദ്ധതിയല്ലേ ഇത്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലും നമ്മളും ചെയ്യേണ്ടത്. ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റും അതും വളരെ ഗംഭീരമാണ്. അവർ ഈ ഒരു വേസ്റ്റ് എല്ലാം കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളമാക്കി യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് നമ്മുടെ കരടിക്കുട്ടനാണ്. നമ്മൾ വരണ വഴിക്ക് ബന്ദിപ്പൂർ ഫോറസ്റ്റിനകത്ത് നിന്ന് നമ്മളൊരു കരടീനെ കണ്ടായിരുന്നു. പക്ഷേ വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ആ ഒരു സങ്കടം തീർന്നത് ഇവിടുത്തെ കരടിക്കുട്ടനെ കണ്ടപ്പോഴാണ്. ഇനി നമുക്ക് കുറേ ആനക്കൂട്ടത്തെ ഇവിടെ കാണാൻ പറ്റും. ഈ ആനകൾ ഇവിടെ ഉള്ള ടാങ്കിൽ നിന്ന് വെള്ളമൊക്കെ എടുത്തിട്ട് മനോഹരമായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് നമ്മൾ കണ്ടത്. മുള്ളൻ പന്നികളെ മുന്നേയും കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഇത്രയും അടുത്തുനിന്ന് കാണുന്നത് ആദ്യമായിട്ടാണ്. നമ്മുടെ സേഫ്റ്റി തന്നെയാണ് അത് കാരണം. സാധാരണ നമ്മൾ ഇത്രയും അടുത്തെത്തി കഴിഞ്ഞാൽ ഒരു മുള്ളൊക്കെ പൊഴിച്ച് നമ്മുടെ മേത്തേക്ക് കുത്തി കയറി ആകെ അലമ്പാക്കും. ഇത് ഈ കൂട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ അടുത്തായിട്ട് കാണാൻ പറ്റും. നമുക്ക് നേരിട്ടറിയാത്ത പല ജീവജാലങ്ങളുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ കുറേ കുരങ്ങനും കുറേ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. നമ്മളിത് വന്ന് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെയാണ് നമുക്ക് ഇത്രയും ജന്തുക്കൾ അല്ലെങ്കിൽ ജീവജാലങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ടെന്നുള്ളത് മനസ്സിലാവുള്ളൂ. നാട്ടിലെ നാട്ടാനകളെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും ആഫ്രിക്കൻ ആനേനെ ആദ്യമായിട്ടാണ് കാണാൻ പോണത്. അത് ആ മരം കുത്തിമറിച്ചിടാൻ വേണ്ടി നിൽക്കുകയാണോ അതോ അതിൻ്റെ കൊമ്പിൻ്റെ ഭാരം കൊണ്ട് അതിൻ്റെ മുകളിൽ ചാരി നിൽക്കുകയാണോ എന്നൊന്നും നമുക്ക് അറിയുന്നില്ല. പക്ഷേ ആഫ്രിക്കൻ ആന നമ്മുടെ നാട്ടാനകളെക്കാട്ടും വളരെ ഉയരമുള്ളതും അതുപോലെ നമ്മുടെ ആനകളിൽ അത്ര കാണാൻ ഭംഗിയുള്ളതുമല്ല. നമ്മുടെ ആനകളെ നമുക്ക് കണ്ട് കണ്ട് ഭംഗി തോന്നുന്നതുകൊണ്ടായിരിക്കും കേട്ടോ ഇങ്ങനെ തോന്നുന്നത്. തൂങ്ങിക്കിടക്കണ വലിയ ചെവിയും അതുപോലെ തന്നെ വലിയ കൊമ്പുകളാണ് ഇവയ്ക്കുള്ളത്. ആഫ്രിക്കയിലായതുകൊണ്ട് എന്തായാലും രക്ഷപ്പെട്ടുവിടാ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിനെയും പിടിച്ചു കൊണ്ടുപോയിട്ട് നെറ്റിപ്പട്ടൊക്കെ കെട്ടിയിട്ട് പൂരപ്പറമ്പിൽ എഴുന്നള്ളിച്ചേനെ. എന്തായാലും മൂപ്പര് വീണ്ടും ആ മരത്തിൻ്റെ മുകളിൽ തന്നെ താങ്ങി നിൽക്കുകയാണ്. ഇനി ക്ഷീണം കൊണ്ടാണോ അത് താങ്ങി നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണോ എന്ന് നമുക്ക് അറിയുന്നില്ല കേട്ടോ. പക്ഷെ ഒരൊറ്റ ആഫ്രിക്കൻ ആന തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റിയുള്ളൂ. പഴയ കാലത്ത് സിംഹത്തിനെയൊക്കെ കൂട്ടിലിടാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള പഴയ ഒരു കേജും നമുക്കിവിടെ കാണാൻ പറ്റും. നാടൻ ഭാഷയിൽ പറയാറില്ലേ കണ്ടാമൃഗത്തിൻ്റെ തൊലിയാണ് കേട്ടോ ആ ചങ്ങായിക്ക് എന്നുള്ളത്. അതുപോലെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും ഈ കണ്ടാമൃഗത്തിൻ്റെ തൊലിക്ക് എത്ര കട്ടിയുണ്ട് എന്നുള്ളത്. വലിയ ഒരു കണ്ടാമൃഗത്തിനെയാണ് നമുക്ക് തൊട്ടടുത്ത് കിട്ടിയിട്ടുള്ളത്. ശരിക്കും ഈ യുദ്ധത്തിനൊക്കെ പോകുന്ന പടയാളികൾ ധരിക്കുന്ന പടച്ചട്ടകൾ പോലെയാണ് അതിൻ്റെ തൊലി ഇരിക്കുന്നത്.
പല സെഗ്മെൻ്റായിട്ട് അത്രയും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ചളി ഇവർക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. ഒരെണ്ണത ചളിയിൽ പോയിട്ട് മുങ്ങി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കരിമ്പുലീനി നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അതും നമുക്ക് ഇവിടുന്ന് മൈസൂർ സൂന്ന് കാണാൻ പറ്റി. ഇനി നമ്മൾ കുറേ പാമ്പുകളെയാണ് കാണാൻ പോണത്. നല്ല ഒന്നാം തരം അണലിയാണ് കേട്ടോ ഈ കൂട്ടിലൊക്കെ കിടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ചേനത്തണ്ടൻ അല്ലെങ്കിൽ വട്ടക്കൂറ എന്നൊക്കെ അപരനാമത്തിൽ അറിയപ്പെടുന്ന ടീമുകളാണ് ഇവരൊക്കെ. ഇനി നമ്മൾ കാണാൻ പോണത് കിങ് കൊബ്രയാണ്, രാജവെമ്പാല. നമ്മുടെ നാട്ടിൽ നമ്മൾ രാജാവായിട്ട് കണക്കൂട്ടുന്ന ഒരു സാധനം തന്നെയാണ് ഇത്. കൊടും കാടുകളിൽ മാത്രം കാണപ്പെടുന്ന, നമ്മുടെ നാട്ടിൽ വളരെ ദുർലഭമായിട്ട് കാണപ്പെടുന്ന കുറേ പാമ്പുകൾ ഇതിനകത്തുണ്ട്. ഇനി നമുക്ക് റോക്ക് പൈത്തിനാണ് കാണാനുള്ളത്. ഈ പെരുമ്പാമ്പിൽ തന്നെ പല ഇനങ്ങളുണ്ട് എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് കാണാൻ പറ്റിയത്. വളരെ കഷ്ടപ്പെട്ടിട്ട് പാമ്പിൻ്റെ കൂട്ടിനകത്ത് കയറിയിട്ട് പണിയെടുക്കുന്ന ഒരു ഇലക്ട്രീഷ്യനെ ഞാനിവിടെ കണ്ടു കേട്ടോ. നല്ല വിഷമുള്ള കുറേ പാമ്പിനെ കൂട്ടിൽ കയറ്റി അടച്ചു വെച്ചിട്ടാണെങ്കിലും പലതും പുറത്തിപ്പോഴും കിടക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ ധൈര്യത്തിന് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. എന്തോ ഒരു ബൾബ് മാറ്റിയോ അങ്ങനെ എന്തോ ചെറിയ പണിയാണ് ഇയാൾ ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഹിപ്പോപ്പൊട്ടാമസിനെയാണ് കാണാൻ പോണത്. വളരെ ചെറിയ ഗ്രില്ലുകളായതുകൊണ്ട് തന്നെ നമുക്ക് ഹിപ്പോപ്പൊട്ടാമസിനെ അടുത്ത് കാണുന്ന ഒരു ഫീല് കിട്ടുന്നില്ല. സൈഡിലുണ്ടാക്കിയിട്ടുള്ള ഒരു തിണ്ടിൻ്റെയൊക്കെ മുകളിൽ കയറി കിടന്നുറങ്ങാനുണ്ടോ നല്ല ഒരു പുലിക്കുട്ടൻ. ഇനി നമ്മൾ കുറേ മുതലകളെയാണ് കാണാൻ പോണത്. ഇഷ്ടം പോലെ മുതലകളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ മുതലകളിലും പല തരത്തിലുള്ള മുതലകൾ ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ വരുമ്പോൾ മനസ്സിലാവും. ഇനി നമ്മൾ കുറേ പക്ഷികളെ ഫ്രീ ആയിട്ട് വിട്ടിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് കയറുന്നത്. അതുകൊണ്ട് തന്നെ ഈ പക്ഷികൾ പുറത്തേക്ക് പറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ നെറ്റും അതുപോലെ നമുക്ക് കയറുന്ന ഗേറ്റിൽ കുറച്ച് സെക്യൂരിറ്റിയും കൂടുതലാണ്. അതുപോലെ നമ്മൾ കാണാത്ത കുറേ പക്ഷികളെയും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അവരെയും അത്യാവശ്യം നല്ല ഫ്രീ ആയിട്ട് തന്നെയാണ് ഇവിടെ വിട്ടിട്ടുള്ളത്. ഇനി നമ്മൾ കുറേ ആമകളെയാണ്, വെറൈറ്റി ആമകളെയാണ് കാണാൻ പോണത്. നമ്മുടെ നാട്ടിൽ കാണുന്ന ആമയും നക്ഷത്ര ആമയും അതുപോലെ കുറേ വെറൈറ്റി ആമകളും ഇതിനകത്തുണ്ട്. ഇതിൻ്റെ ഗ്രില്ല് വളരെ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് ആമകളെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. വളരെ വലുപ്പം കൂടിയ ആമ മുതൽ വളരെ ചെറിയ ആമ വരെ ഇതിനകത്തുണ്ട്. ഇനി നമ്മൾ ജിറാഫിനെ നേരിട്ട് കാണാൻ പോവാണ്. ഇതുവരെ കാണാത്ത മൃഗങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു സാധനമാണ് ഈ ജിറാഫ്. നമ്മളിതുവരെ കണ്ടിട്ടില്ലെങ്കിലും വളരെയധികം ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു മൃഗമാണ് ഈ ജിറാഫ്. അതിൻ്റെ ആ ഒരു വലുപ്പും ആ ഒരു ഡിസൈനും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു തലപ്പൊക്കമൊക്കെയാണ് ഇതിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള സംഗതികൾ. അങ്ങനെ ജീവിതത്തിൽ നമ്മൾ കാണാത്ത കുറേ മൃഗങ്ങളെ കണ്ടുകൊണ്ടും ഇത്രയും വലിയൊരു സൂ കണ്ടുകൊണ്ടും നമ്മുടെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാം.